ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കും എന്ന് പറയുന്ന ഫ്രണ്ട്സ് നമ്മളെ ചുറ്റുമുണ്ട് അല്ലേ? പക്ഷെ ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും വെള്ളത്തിനെക്കുറിച്ച് അറിയണം. പോയിന്റ് നമ്പർ 1, വെള്ളത്തിൻ്റെ ലെവൽ എത്ര? നമുക്കെല്ലാവർക്കും 30 to 35 ml/kg/day ആണ് ഒരു ദിവസം വെള്ളം വേണ്ടത്. സിംപ്ലി പറയുകയാണെങ്കിൽ 2 മുതൽ 3 ലിറ്റർ വരെ. ഇനി എപ്പോഴാണ് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്? നമ്മളെ ബോഡി സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് ചൂടുള്ള സിറ്റുവേഷനിൽ, ഹ്യൂമിഡ് ക്ലൈമറ്റിൽ, എക്സസൈസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ, പ്രഗ്നൻസി ആണെങ്കിൽ, നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഫീവർ ഉണ്ടെങ്കിലൊക്കെ നമ്മളെ ബോഡിക്ക് എക്സസ് ആയിട്ട് വെള്ളം കുടിക്കുന്നതാണ് പെട്ടെന്ന് റെഡിയാവാൻ നല്ലത്. പോയിന്റ് നമ്പർ 3, ആർക്കാണ് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു ഫെയിലിയർ കണ്ടീഷൻ ലൈക്ക് ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വന്നാൽ പ്രശ്നമാവുന്ന കണ്ടീഷൻ നിങ്ങളുടെ ഡോക്ടർ പറയുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അല്ലാത്ത എല്ലാവർക്കും നന്നായിട്ട് വെള്ളം കുടിക്കാം കേട്ടോ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് വാട്ടർ. നമ്മുടെ ബോഡിയിൽ 50 to 70% വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗൻസിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് നമുക്ക് വെള്ളം എസെൻഷ്യലാണ്. നമ്മളെ മെൻ്റൽ കോൺസെൻട്രേഷൻ, നമ്മളെ ഡൈജഷൻ, നമ്മളെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ, അങ്ങനെ കിടന്ന എല്ലാ കാര്യത്തിനും നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. ഇനി ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ നല്ലത്? നമ്മളെ ബോഡി തന്നെ അതിനുള്ള ആൻസർ പറയും. നമുക്ക് തൊണ്ടയടുപ്പും മൂക്കടുപ്പും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം കുടിക്കാം. അതല്ല, ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാം, നമുക്ക് തണുത്ത വെള്ളം കുടിക്കാം. നമ്മളെ ബോഡി തന്നെ അതിനുള്ള ആൻസർ പറയും. ഇനി ഞാൻ എത്ര വെള്ളം കുടിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാം. നമ്മളെ ബോഡിക്ക് ആക്ച്വലി വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്കൊരു 10 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മളെ ബോഡി പറയുന്ന അത്ര വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഇനി അത് മനസ്സിലാക്കാൻ മറ്റൊരു ഇൻഡിക്കേറ്ററും കൂടി ഉണ്ട്. നമ്മളെ യൂറിൻ്റെ കളർ നോക്കിയാൽ മതി. ഒരു പെയിൽ യെല്ലോ കളറിലുള്ള ഫ്രഷ് യൂറിനാണ് നമുക്ക് പോകുന്നതെങ്കിൽ നമ്മളെ ബോഡി പ്രോപ്പർ ഫങ്ഷനിങ് ആണ്. അപ്പം ഇതൊന്നും അറിയാത്തവർക്ക് എന്തായാലും സെൻഡ് ചെയ്ത് കൊടുക്കുക.